ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. ഈ മൊത്തം പുട്ടും എനിക്ക് കഴിക്കാനല്ല കേട്ടോ, ചാരുനും അതിനൊക്കെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ എടുത്തതാണ്. ഇന്നത്തെ പൊതിച്ചോറിൽ നമ്മൾ ചോറിൻ്റെ കൂടെ നല്ല പയറുപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ കോര പൊരിച്ചത് വെച്ചിട്ടുണ്ട്, നല്ല കണ്ണിമാങ്ങയുടെ അച്ചാറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കോര തേങ്ങ അരച്ച് വെച്ചാണ്. കോര എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, പുയ്യാപ്പിളക്കോര. അങ്ങനെ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അടിക്കാനുണ്ട്. ഇതൊക്കെ ചാരിൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മൂക്കിൽ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയൊക്കെ വെട്ടലും എടുക്കുകയാണ്. വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇത് അടിക്കണം. പിന്നെ 2-3 ഡ്രസ്സ് ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ സാവധാനം ഓരോന്നാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനിടയിൽ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ, കാരണം ചാരുനെ ഇനി കൂട്ടിക്കൊണ്ടുവരണം അംഗനവാടിയിൽ പോയിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കൂടെ അടിക്കാനുള്ള ഞാൻ തീർത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇനി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബ്രെഡും നമ്മുടെ പൊട്ടറ്റോയും കൂടെ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഇതിൽ ചേർത്താം കേട്ടോ. പിന്നെ ബ്രെഡും പൊടിച്ചിട്ട് ചേർത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കൂലേ, അതേപോലെ നമ്മൾ കുഴച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മളെടുത്ത് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ബാക്കി ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അതും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഈ ഒരു ബ്രെഡിൻ്റെ ആയിട്ട് ചെയ്യുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മയോണൈസും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോൻ്റെ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സോസാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ.